കർണാടക മുഖ്യമന്ത്രിക്ക് ഇന്നൊരു ഉൾവിളി ഉണ്ടായി. RSSനെ അങ്ങ് നിയന്ത്രിച്ചേക്കാമെന്ന്. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് കോപ്പ് കൂട്ടുകയാണ് കർണാടക മന്ത്രിസഭ. പൊതുസ്ഥലങ്ങളിലൊന്നും RSSന്റെ പ്രവർത്തനങ്ങളൊന്നും ഇനി നടത്താൻ പാടില്ല, RSS അനുബന്ധ സംഘടനകളും പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് ഈ പുതിയ തിട്ടൂര. ഇതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇവരുടെ ഇപ്പോഴത്തെ നേതാവ് സോണിയ അല്ലെങ്കിൽ രാഹുലിൻ്റെ അപ്പൂപ്പന്മാർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയുമായി സിദ്ധരാമയ്ക്കൊരു തോന്നലുണ്ടാവാൻ കാരണം? കർണാടകയിൽ RSSനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടത്തുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം നിലവിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയുടെ മകനും സംസ്ഥാനത്തെ മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക ഖാർഗെയുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു ചുക്കാൻ പിടിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് RSSനെ അല്ലെങ്കിൽ ഒരു സംഘടനയെ അത്തരത്തിൽ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. RSSനെ പൂർണ്ണമായും നിരോധിക്കാൻ സാധിക്കില്ല നിലവിൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്. ശ്യാമ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെയും ഇന്ദിരയും ജവഹർലാൽ നെഹ്റുവും അവരുടെ സർവ്വശക്തിയും ഉണ്ടായിരുന്ന കാലത്ത് നിരോധനത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച RSS പൂർവാധികം ശക്തിയോടുകൂടി 100 വർഷം പിന്നിട്ട് പ്രവർത്തനം മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പൊതുയിടങ്ങളിലും ഒപ്പം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അനുബന്ധ സ്ഥലങ്ങളിലും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശ്രമം നടക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗം, സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് അതിന് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രിയങ്ക ഖാർഗെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കും, ഉടൻ തന്നെ നിയമം പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് പ്രിയങ്ക ഖാർഗെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രിയങ്ക ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഒരു പരാതി നൽകിയിരുന്നു. സംസ്ഥാനത്ത് RSSനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയത്. തുടർന്ന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അത് വിശദമായി ആലോചിക്കുകയും സംസ്ഥാനത്തെ പൊതുയിടങ്ങളിൽ നിന്ന് നിലവിൽ RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാം, അതിന് എങ്ങനെ ചട്ടങ്ങൾ തയ്യാറാക്കണം, അത് അടിയന്തരമായി തയ്യാറാക്കണം, വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസിന്റെ മന്ത്രിസഭാ യോഗം, കോൺഗ്രസ് സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം ഇന്ന് നൽകിയിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ആ നിയന്ത്രണത്തെ, അത്തരത്തിലുള്ള തീരുമാനങ്ങളെ എങ്ങനെ RSS നേരിടും എന്നുള്ളതും പ്രവർത്തനം ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കാരണം അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിരോധനങ്ങളും വന്നപ്പോൾ കൂടുതൽ ശക്തിയോടെ സമാജത്തിലേക്ക് പടർന്നിറങ്ങിയ RSSന്റെ ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് നിലവിൽ കർണാടകയിൽ RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ നിരോധിക്കാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നീക്കത്തെ ഏത് രീതിയിലായിരിക്കും RSS അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ നേരിട്ട് മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും സംസ്ഥാനത്തൊരു നിയമം കൊണ്ടുവരാൻ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതും അടിയന്തരമായി തന്നെ ആ നിയമം തയ്യാറാക്കാനും പ്രാബല്യത്തിൽ വരുത്താനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.